ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലനെ ഉപദേശിച്ച് ഇപ്പൊ തന്നെ നേരെയാക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് കുറെ ഉപദേശങ്ങളുമായിട്ട് നമ്മുടെ ഗോമതി നിൽക്കുകയാണ്. നിങ്ങൾ മക്കളെ വേർതിരിച്ച് കാണരുത്, മക്കളെ എല്ലാം ഒരുപോലെ കാണണം. അപ്പൊ നമ്മുടെ ബാലൻ പറഞ്ഞ എങ്ങനെ വേർതിരിച്ച് കാണാതിരിക്കും? ആനന്ദിന്റേതായ രീതിയിൽ കാണണം. അവൻ അവന്റെ കാര്യം നോക്കി നല്ല ഡീസന്റ് ആയിട്ട് ഞാൻ പറയുന്ന വിവാഹവും കഴിച്ച് അവൻ ജീവിക്കുന്നത്. അങ്ങനെയാണോ മറ്റു രണ്ടു മക്കള്? അവന്മാര് ജനിച്ചപ്പോഴേ തന്നെ എനിക്ക് എന്തോ വലുത് തരുന്നു പറഞ്ഞാ വന്നത്. അതുകൊണ്ടാണല്ലോ സ്വന്തം ഇഷ്ടത്തിന് പോയി വിവാഹം കഴിക്കുന്നു, സ്വന്തം ഇഷ്ടത്തിന് ജോലി ചെയ്യുന്നു. അല്ല, എന്തിനാ ബാലേട്ടൻ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് മക്കളെ വേർതിരിക്കുന്നത്? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. കേൾക്കുന്നതിനും സഹിക്കുന്നതിനും ഒരു പരിധിയുണ്ട്. ഇനിയെങ്കിലും മക്കളെ എല്ലാവരെയും ഒരുപോലെ കാണാനായിട്ട് ശ്രമിക്കു ബാലേട്ടാ. എനിക്ക് ഇത് മാത്രമേ ബാലേട്ടനൊരു ഒരു അപേക്ഷയായിട്ട് പറയാനുള്ളൂ. വേറെ ഒന്നും വേണ്ട, ബാലേട്ടൻ ഇത് മാത്രം ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ഗോമതി അങ്ങ് പോവുകയാണ്. ബാലനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ നിൽക്കാം. പട്ടിയുടെ പാല് ചിലപ്പോൾ നേരെ ആകുമായിരിക്കും കുടലിലിട്ടാൽ, എങ്കിലും നമ്മുടെ ബാലന്റെ സ്വഭാവം നേരെ ആവുകയില്ല. ഏതായാലും ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ദേവീനെയാണ് കാണിക്കുന്നത്. ദേവി ആണെങ്കിൽ അമ്മേനെ വിളിച്ച് സംസാരിക്കുക. അതേ അമ്മേ, ഇവിടെ ആനന്ദേട്ടനെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഹണിമൂണിന് പോകുന്നൊന്നും ഇഷ്ടമല്ല, എല്ലാവരുമായിട്ട് ഒരുമിച്ച് പോകുന്നതാ ഇവിടെ ആനന്ദേട്ടന് ഇഷ്ടം. അങ്ങനെ ആനന്ദേട്ടൻ പറയുന്നത് എല്ലാരെ കൊണ്ടും സമ്മതിപ്പിക്കാൻ വേണ്ടി ഇരിക്കുക. അയ്യോ മോളെ, അത് സമ്മതിക്കല്ലോ. അതെ, നിനക്ക് കഴിവില്ലാഞ്ഞിട്ട് നീ നിന്റെ ഭർത്താവിനെ വരച്ച വരയിൽ നിർത്തണം. ദേ, ഒരു കൂച്ചുവിലങ്ങിട്ടങ്ങ് നിർത്തിക്കേ. എന്താ അമ്മ ഈ പറയുന്നത്? അതേ, ഇപ്പോഴേ നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ നിൽക്കണം. വിവാഹം കഴിഞ്ഞ ഉടനെ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്നില്ലെങ്കിലേ ഇനിയിപ്പൊ എത്ര നാൾ ശ്രമിച്ചാലും നിന്റെ കയ്യിൽ നിൽക്കില്ല. വിവാഹം കഴിയുന്ന ഉടനെ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അവര് നമുക്ക് നേടിത്തരും, സാധിക്കും. അതുകൊണ്ട് നീ ഇപ്പൊ തന്നെ അവനെ പിടിച്ചോ. നീ വിളിക്കുന്നിടത്ത് അവൻ വരണം, നീ പോകാൻ പറയുമ്പം അവൻ പോണം. ആ രീതിയിൽ അവനെ ആക്കി തീർക്കേണ്ടത് നിന്റെ കഴിവാ. അതെ, ഈ മന്ത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ പവറുള്ളൊരു മന്ത്രമുണ്ട്. അത് ഏത് മന്ത്രമാണെന്ന് മോൾക്ക് അറിയാമോ? ഇല്ല. അതേത് മന്ത്രമാമേ? അതാണ് തലയണ മന്ത്രം. ആ തലയണ മന്ത്രം അങ്ങോട്ട് ഓതിക്കഴിഞ്ഞാല് ഭർത്താക്കന്മാര് ഒരിക്കലും പോവില്ല. ഭർത്താക്കന്മാര് നമ്മൾ പിടിക്കുന്ന സ്ഥലത്ത് നിൽക്കും. അങ്ങനെ നിർത്തണം. ഹണിമൂണിന് ഒറ്റയ്ക്കേ പോകാൻ പാടുള്ളൂ. ഒരിക്കലും ആ വീട്ടിലെ ആരും നിങ്ങളുടെ കൂടെ ഹണിമൂണിന് വരാൻ പാടില്ല. അത് മോള് വേണം പറഞ്ഞ് ആനന്ദിനെ മനസ്സിലാക്കി ആനന്ദിനെ കൊണ്ട് സമ്മതിപ്പിക്കാനായിട്ട്. മോള് പറയുന്നത് തന്നെ അവൻ അനുസരിക്കും. അങ്ങനെ ഒന്ന് എടുത്ത് നോക്കിക്കേ മോള്. ദേ, ഇത് തന്നെയാ സംഭവിക്കാൻ പോകുന്നത്. മോളും ആനന്ദും തന്നെ ഹണിമൂണിന് പോകും. നിങ്ങൾ സുഖമായിട്ട് ഹണിമൂൺ ആഘോഷിച്ച് തിരിച്ചു വരും. അല്ലാതെ വേറെ ഒന്നും മോൾ ഓർക്കണ്ട. ബാക്കി എല്ലാം മായ്ച്ചു കളഞ്ഞേരെ എന്നൊക്കെ പറഞ്ഞു വെച്ചപ്പോഴത്തേക്കും അമ്മേ ഫോൺ വെക്കല്ലേ, ഈ തലയണ മന്ത്രം അപ്പം എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ പുള്ളിക്കാരി ഫോൺ വെച്ചു. അപ്പൊ നമ്മുടെ ദേവി ആലോചിക്കുക, പല മന്ത്രങ്ങളെ കുറിച്ചും കേട്ടിട്ടുണ്ട്, ഈ തലയണ മന്ത്രം അതെന്ത് മന്ത്രമായിരിക്കും? എന്തെങ്കിലും ആട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ദേവി നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് ആര്യനല്ല, സോറി, മിത്രനെയാണ്. മിത്രൻ ആര്യം വരുന്നത് നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് നമ്മുടെ മീനാക്ഷി വരുന്നത്. അപ്പൊ മീനാക്ഷി വന്നിട്ട് എന്ത് പറ്റി, ഭർത്താവ് വരുന്നത് നോക്കിയിരിക്കുകയാണോ? അത് പിന്നെ വേറെ ആര് വരുന്നതാ മീനാക്ഷി ചേച്ചി ഞാൻ നോക്കിയിരിക്കേണ്ടത്? അതെ, ബാലച്ചൻ കാണാതെ ആര്യൻ വരുമ്പം കൂട്ടി അകത്തേക്ക് കൊണ്ടുപോകണം. ബാലച്ചന് ഇതൊന്നും ഇഷ്ടമല്ലല്ലോ. ഭർത്താവിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഭാര്യ. അതെ, എന്തൊരു സ്നേഹമാ. അത് പിന്നെ സ്നേഹം കാണാതിരിക്കുവോ? എന്റെ ഭർത്താവല്ലേ, എന്റെ ഭർത്താവിനെ ഞാൻ സ്നേഹിക്കേണ്ടെന്നാണോ? അല്ല, ഇതേതാ ഈ കമ്മലൊക്കെ? അത് പിന്നെ ഇതെനിക്ക് ആര്യൻ മേടിച്ചു തന്നതാ. അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. സാരിയല്ല, ചുരിദാർ മേടിച്ചു തരുന്നു, കമ്മൽ മേടിച്ചു തരുന്നു. ഇപ്പൊ എന്തൊരു സ്നേഹമാ. ആയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മീനാക്ഷി, എനിക്ക് ഉറക്കം വരിക, എനിക്ക് നാളെ ഓഫീസിൽ പോണേ, ഞാൻ പോയി കിടക്കാണേ എന്നും പറഞ്ഞ് റൂമിലേക്ക് കയറി പോയപ്പം നമ്മുടെ മിത്ര ഇങ്ങനെ ഇരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് മിഥുനെയാണ് കേട്ടോ. മിഥുൻ അങ്ങനെ വന്നിരിക്കുകയാണ് നാട്ടില്. അങ്ങനെ മിഥുനിപ്പം മിത്രേനെ വേണം, മിത്ര ഇല്ലാതെ പറ്റത്തില്ല എന്നൊരവസ്ഥ. ഇതിനാണെങ്കിൽ മിത്രേനെ അങ്ങോട്ട് സ്നേഹിക്കുകയാണ്. അപ്പൊ മിത്രേനെ ഒന്ന് വിളിച്ചൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് പേടിപ്പിക്കണം. അങ്ങനെ കൂട്ടുകാരനുമായിട്ട് പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ മിത്രേനെ ഫോൺ വിളിക്കുന്നു. അപ്പൊ ഒരു ഫോൺ കോൾ വരുമ്പോ മിത്ര, ഇത് ആര്യന്റെ നമ്പർ അല്ലല്ലോ, ഈ സമയത്ത് ആര് വിളിക്കാനാ? ആര്യന്റെ ഫോൺ ചിലപ്പോൾ സ്വിച്ച് ഓഫ് ആയി പോയിട്ട് കൂട്ടുകാരുടെ ഫോണിൽ നിന്ന് വിളിക്കുന്നതായിരിക്കും എന്നും പറഞ്ഞ് ഹലോ എന്നും പറഞ്ഞ് വെച്ചപ്പോഴും ഇത് ആരാണെന്നും മനസ്സിലായോ?
ഈ സ്വരം മിത്രയ്ക്ക് ഓർമ്മയുണ്ടോ മിത്ര മോളെ? അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ മിത്ര ഒന്ന് ഞെട്ടിട്ടോ. മിത്ര ഒന്ന് ഞെട്ടി ഒന്ന് പതറി നിൽക്കുക. അപ്പോഴത്തേക്കും മിഥുൻ പറഞ്ഞു, നിനക്ക് ഈ സ്വരം അറിയാന്ന് എനിക്കറിയാം. നിന്റെ ഈ പതറിച്ചയെ ഇപ്പൊ എനിക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതെ, ഈ മിഥുൻ നാട്ടിലെത്തിയിട്ടുണ്ടേ. വാർത്ത അറിയിക്കാനാട്ടോ ഞാൻ വിളിച്ചത്. ഏതായാലും ഫോൺ വെച്ചേരേന്ന് പറയുകയും ചെയ്യുന്നു. പുറകില് നമ്മുടെ ദേവി വന്ന് നിൽക്കുക മിത്രയുടെ പുറകില്. ഈ ഫോൺ കോള് വന്നതും പേടിച്ചു വരച്ചാണല്ലോ മിത്ര നിൽക്കുന്നത്. അത് ദേവി കാണുന്നുണ്ട്. ഫോൺ കട്ട് ചെയ്ത ഉടനെ തന്നെ നമ്മുടെ മിത്ര തിരിഞ്ഞത് ദേവിയോന്നൊരൊറ്റ വെക്കൽ വെച്ചു, പേടിച്ചിട്ട്. ഇതെന്താ മിത്ര, ഫോൺ കോള് വന്നപ്പോ ഇതിന് മാത്രം ഞെട്ടാനായിട്ട്? അല്ല, ഇതിന് മാത്രം ഞെട്ടാന് ഈ ഫോണില് ഇപ്പൊ ആരാ വിളിച്ചത്? അത് പിന്നെ അത് എന്റെ ഒരു ഫ്രണ്ടാ. ഫ്രണ്ടോ? ഏത് ഫ്രണ്ട്? അത് എന്റെ ഒരു ഫ്രണ്ടാ ദേവിയെടുത്തി. അല്ല, ദേവിയെടുത്തി എന്താ ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്? അത് പിന്നെ ഞാനേ കുറച്ച് വെള്ളം എടുക്കാൻ വേണ്ടി വന്നതാ. അപ്പം ഇത്ര ഇവിടെ നിൽക്കുക. ആര്യൻ ഇതുവരെ വന്നില്ലേ? ആര്യനോട് നേരത്തെയൊക്കെ വരാൻ പറയണോ കേട്ടോ. പാലച്ചന് ഇഷ്ടമല്ലെങ്കിൽ പിന്നെ എന്തിനാ ആര്യൻ ഇങ്ങനെ താമസിച്ചൊക്കെ വരുന്നത്? അതത്രയ്ക്ക് ശരിയായ നടപടിയൊന്നും അല്ല കേട്ടോ. ആര്യനെ ഒന്ന് പറഞ്ഞ് മിത്ര വേണ്ടേ മനസ്സിലാക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ദേവി പോകാൻ തുടങ്ങുക. അപ്പൊ ദേവി വീണ്ടും ചോദിക്കുക, അല്ല, എന്തു പറ്റി? എന്തു പറ്റി മിത്രയുടെ മുഖത്തൊരു പരിഭ്രമവും ഒരു പരിഭ്രാന്തിയൊക്കെ? എന്താ, ഫോണിൽ ആരാ? ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏ ഒരു പ്രശ്നമില്ല ദേവിയെടുത്തി പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ദേവി പോയി. ഈ സമയം നമ്മുടെ മിഥുനെ വീണ്ടും കാണിക്കുക. അങ്ങനെ മിഥുൻ കൂട്ടുകാരനോട് പറയാ, എനിക്ക് അവളെ വേണം, ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ തന്നെ എനിക്ക് അവളെ വേണം, എനിക്ക് അവളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കണം എന്നൊക്കെ പറയും. ഇപ്പൊ എവിടെ നിന്നൊക്കെയോ നമ്മുടെ മിഥുനെ സ്നേഹം വാരി കോരി ഒഴുകി വരിക മിത്രയോട്. ഇത് കഴിഞ്ഞ് നമ്മുടെ ആര്യൻ ഇങ്ങ് കയറി വരികയാണ് കേട്ടോ. അങ്ങനെ ആര്യൻ പതുക്കെ കയറി വരുന്നു. ആര്യൻ വന്ന ഉടനെ തന്നെ മിത്രയുടെ മുഖത്തെ ആ ഒരു പരിഭ്രമവും ആ ഒരു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും, എന്തു പറ്റി മിത്രേ, നിന്റെ മുഖം വല്ലാണ്ടിരിക്കുന്നു? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അച്ഛൻ നിന്നോട് വഴക്കുണ്ടാക്കിയോ? അങ്ങനെ ഒരു പ്രശ്നമില്ല. ആരും എന്നോട് വഴക്കുണ്ടാക്കിയില്ല. അല്ല, എന്നത്തെയും പോലെ ഒരു തെളിച്ചം ഈ മുഖത്തില്ലല്ലോ. എന്തോ പേടി പോലെ, എന്തോ പരിഭ്രമം പോലെ, എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നുണ്ടല്ലോ. അത് ആര്യന് വെറുതെ തോന്നുന്ന. ആര്യം കയറി വാ എന്ന് പറഞ്ഞ് റൂമിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ റൂമിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആര്യന് ബോക്സിനകത്തുനിന്ന് ഈ പെട്ടി ഉണ്ടല്ലോ, ഡെലിവറി ഹോം, അതായത് ഈ ഒരു ഫുഡ് ഡെലിവറിയുടെ ആ ഒരു ബാഗിനകത്ത് നിന്ന് ഒരു പിസ്സ എടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അതെ, ഇത് ഞാൻ നിനക്ക് കൊണ്ടുവന്നതാ. ഈ പാതിരാത്രി ഇനി പിസ്സ കഴിക്കാനോ? എനിക്ക് വേണ്ട. ആഹാ, അങ്ങനെ പറയരുത്. ഞാൻ നിനക്കായിട്ട് കൊണ്ടുവന്നതല്ലേ, ഇത് നീ കുറച്ച് കഴിച്ചേ പറ്റൂ, കുറച്ച് കഴിക്കണം. അത് പിന്നെ ആര്യ എന്ന് പറഞ്ഞു. അപ്പൊ അതിനു മുമ്പ് നമ്മുടെ ആര്യൻ അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ മിത്ര ഇങ്ങനെ കണ്ണാടി നോക്കി ഇങ്ങനെ മിഥുനെ തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിന്നു. പെട്ടെന്ന് ആര്യൻ അകത്തേക്ക് കയറി വരികയും ചെയ്തു. പെട്ടെന്ന് അങ്ങ് ഞെട്ടി അങ്ങ് പേടിച്ചു പോവാണ്. അപ്പോഴേക്കും നമ്മുടെ ആര്യം പറഞ്ഞു കേട്ടോ, ഇത് എന്ത് പറ്റി, ഇവിടെ വല്ല കൂടോത്രം ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഒന്നേ നീ വീഴും, അല്ലേ ഞാൻ വീഴും. എപ്പോഴും നമ്മുടെ റൂമിൽ ഈ വീഴ്ച മാത്രമേ ഉള്ളൂല്ലോ എന്ന്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പിസ്സ കൊടുക്കുന്നത്. ഏതായാലും പിസ്സ കുറച്ച് നമ്മുടെ മിത്രയ്ക്ക് വായിൽ വെച്ച് കൊടുക്കാണ് കേട്ടോ നമ്മുടെ ആര്യന്. ചെറിയ റൊമാൻസ് ഒക്കെ ആര്യന് വരുന്നുണ്ട്, മിത്രയ്ക്കും ഉണ്ട്. പക്ഷെ മിത്രയുടെ മുഖത്ത് നിന്ന് അപ്പോഴും ആ പരിഭ്രാന്തി വിട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആര്യൻ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി മിത്ര, നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറ. ആരെങ്കിലും എന്തെങ്കിലും നിന്നെ പറഞ്ഞോ? ഇനിയിപ്പം ദേവിയെടുത്ത് എന്തെങ്കിലും നിന്നെ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല ആര്യ എന്ന് തന്നെയാണ് നമ്മുടെ മിത്ര പറയുന്നത്. അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആനന്ദ് ദേവിയുടെ റൂമിലേക്ക് കയറി വരുന്നത്. പെട്ടെന്ന് ദേവി ഇങ്ങനെ ഇരുന്നിടത്ത് അങ്ങ് എണീക്കണം, കിടന്നിടത്ത് അങ്ങ് എണീക്കണം. ആനന്ദ് ചോദിച്ചു, എന്തിനാ നീ ഇത് എണീക്കുന്നത്? അവിടെ ഇരുന്നോർത്തന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത്? അത് പിന്നെ ഭർത്താക്കന്മാര് വരുമ്പം ഭാര്യമാരെ എണീക്കണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അതേ, പണ്ടൊക്കെ ഭർത്താക്കന്മാരുടെ കാലിൽ തൊട്ടായിരുന്നു രാവിലെ ഭാര്യയുടെ ഒരു ദിവസം തുടങ്ങുന്നത്. അതിനെയല്ലേ ഈ കുലസ്ത്രീ എന്നൊക്കെ പറയുന്നത്. ഞാനും ഒരു ചെറിയ കുലസ്ത്രീ തന്നെയാ. കുലസ്ത്രീയോ? കുലസ്ത്രീ. എനിക്കും ദേ ഈ ആ ഈ നന്ദേട്ടന്റെ കാലയെ തൊട്ട് എണീക്കാനും കാല് വന്ദിച്ചെണീക്കാനും ഒക്കെയാണ് എനിക്കും ഇഷ്ടം. ഞാനും അങ്ങനെയൊക്കെ തന്നെയാ. ഈ കുലസ്ത്രീകളെ കിട്ടണമെങ്കിലേ ഭാഗ്യം ചെയ്യണം. പിന്നെ ആര്യന്റെ ചേട്ടന്മാർക്കും, ആര്യന്റെ ചേട്ടനല്ലേ, സോറി, നമ്മുടെ ആനന്ദിന്റെ അനിയന്മാർക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അതേ, ഞാൻ കുലസ്ത്രീയാ. ഞാന് ഒരുപാട് ബഹുമാനിക്കുന്നുണ്ട് ആനന്ദേട്ടനെ. എനിക്ക് ആനന്ദേട്ടന്റെ കാലേ തൊട്ട് തൊഴാനും അതുപോലെ ആനന്ദേട്ടൻ വരുമ്പോ എണീക്കാനും ഒന്നും ഒരു മടിയില്ല. അയ്യോ, കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പം ഈ ആകാശില്ലേ, അലക്കുകല്ലെ കൊണ്ടുപോയി കുറേ തുണി കുത്തിപ്പിഴിഞ്ഞ് അടിച്ചടിച്ച് അലക്കുന്നു. അതിന്റെ വല്ല കാര്യമുണ്ടോ? ആണുങ്ങള് തുണി അലക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എന്തൊരു മോശമാന്നേ. ഇത് കേട്ടപ്പോഴും അതിനിപ്പോ എന്താ തുണി അലക്കുന്നതിന് മോശം ഇരിക്കുന്നത്? ഒരു മോശമില്ല. അതെ, ആ ആ ആണുങ്ങളുടെ ജോലി പെണ്ണുങ്ങളുടെ ജോലി എന്ന് വേറെ ജോലിയൊന്നുമില്ല. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇതൊക്കെ ചെയ്യാം. അവനവന്റെ ജോലികൾ അവനവൻ ചെയ്യുന്നതിന് എന്താ പ്രശ്നം ഇരിക്കുന്നതോ? ഓ, ആനന്ദേട്ടൻ ഇത് എന്തായി പറയുന്നത്? അത് കൊള്ളാം.
പെണ്ണുങ്ങളുടെ ജോലി ആണുങ്ങളുടെ ജോലി. ആണുങ്ങൾക്ക് ആരേലും അടുക്കള പണി പറഞ്ഞിട്ടുണ്ടോ? ആണുങ്ങൾ പുറത്തു പോയി പൈസ ഉണ്ടാക്കിക്കൊണ്ട് വരിക. പെണ്ണുങ്ങൾ വീട്ടിലിരുന്ന് അവരുടെ കാര്യങ്ങൾ അന്തസ്സായിട്ട് നോക്കുക. അവരുടെ ആഗ്രഹങ്ങളൊക്കെ അനുസരിച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അതല്ലേ ഒരു ഭാര്യയുടെ ഉത്തരവാദിത്തം. അങ്ങനെയല്ലേ ഒരു ഭാര്യ ചെയ്യേണ്ടത്? ഉം ഇതിപ്പോ കണക്കായി പോയി. പോയിതേ തുണി അലക്കുന്ന കല്ലേലിട്ട് അടിച്ച്. ഏതെങ്കിലും ആണുങ്ങൾ ചെയ്യുന്ന പരിപാടിയാണോ? അത് കണ്ടപ്പോ തന്നെ ഉണ്ടല്ലോ, സത്യം പറഞ്ഞ എനിക്ക് എന്തോ പോലെ അങ്ങായി. എന്റെ ആനന്ദേട്ടനെ കൊണ്ട് ആനന്ദേട്ട തുണിയൊന്നും ഞാൻ അലക്കിക്കത്തില്ല. ഓ, അതൊന്നും ഓർക്കാൻ കൂടി എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവി അങ്ങ് തുടങ്ങിട്ടോ. ഇതിനിടയിൽ നമ്മുടെ ദേവി പറയാ, അതേ, ഇന്നൊരു സംഭവം ഉണ്ടായി. നമ്മുടെ മിത്രയുടെ ഫോണിലേക്കുണ്ടല്ലോ ഏതോ ഒരാണ് ഫോൺ വിളിക്കുന്നത് കേട്ടു. ഏയ്, അത് വല്ല കൂട്ടുകാരുമായിരിക്കും. കൂട്ടുകാരൊന്നുമല്ല. അപ്പൊ മുതൽ മിത്രയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്നേ. ചോ, എന്റെ പൊന്നു ദേവി, അത് വല്ല കൂട്ടുകാരുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആനന്ദ് മൈൻഡ് ചെയ്യാതെ അങ്ങ് പോയി കേട്ടോ. ഷോ, ഏറ്റില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ ദേവി ഇങ്ങനെ നിൽക്കുക. ഇത് കഴിഞ്ഞ് ആനന്ദ് പുറത്തേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ആകാശ് വളരെ വിഷമത്തോടു കൂടി നിൽക്കുക. അപ്പൊ ആകാശിനോട് ചോദിച്ചു, ഇത് എന്ത് പറ്റി നീ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ. സോറി, ആനന്ദ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴല്ല, ആര്യൻ പുറത്ത് ഇങ്ങനെ ഇറങ്ങുമ്പോ ആകാശ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ആര്യൻ ഇങ്ങനെ ചോദിച്ചപ്പം, അത് പിന്നെ നമ്മള് നമ്മള് നമ്മുടെ അച്ഛന്റെ മക്കള് തന്നെയാണോ എന്നിങ്ങനെ ചോദിച്ചു. അതെന്താ ഇപ്പം ഏട്ടൻ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, ഇന്ന് രാവിലെ അച്ഛനെ എന്തൊക്കെ നമ്മളെ കുറിച്ച് അപമാനിച്ച് സംസാരിച്ചത് ഓരോന്ന് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് സങ്കടം തോന്നുക. അപ്പൊ ഇത് കേട്ടത് നമ്മുടെ ആര്യൻ ഇങ്ങനെ നിൽക്കാണ് കേട്ടോ. എന്തോ പറയാൻ ഇങ്ങനെ വന്ന് നിപ്പുണ്ട്. അപ്പൊ അത് നമുക്ക് നാളെ എന്താണെന്ന് അറിയാം. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അപ്പൊ ലൈക്ക് അടിച്ചിട്ട് പോണേ. ടാറ്റാ, ബൈ ബൈ.